പെർഫോമിംഗ് അസറ്റ്സ്. എൻ പി എയുടെ ഫുൾ ഫോം തന്നെ CSEB എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. NPA മീൻസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബാങ്കുകളുടെ അസറ്റ് എന്താണ്? കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി ബാങ്കിൻ്റെ അസറ്റാണോ? അല്ല, അത് ലയബിലിറ്റിയാണ്. കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിന് ശേഷം ബാങ്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. ബാങ്കിൻ്റെ അസറ്റ് എന്താണ്? ബാങ്ക്സ് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് ബാങ്കുകളുടെ അസറ്റ്. ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റോടു കൂടി ലോൺ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന ലോണുകളും അഡ്വാൻസസുമാണ് ബാങ്കുകളുടെ അസറ്റ്സ്. അസറ്റ്സിനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം: പെർഫോമിംഗ് അസറ്റ്സും നോൺ പെർഫോമിംഗ് അസറ്റ്സും. പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഒരു ലോൺ കൊടുത്തു, ആ ലോൺ ഇൻട്രസ്റ്റോടു കൂടി കൃത്യസമയത്തിനുള്ളിൽ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ലോണുകളാണ് പെർഫോമിംഗ് അസറ്റ്സ്. പെർഫോമിംഗ് അസറ്റ്സിനെ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നും പറയുന്നു. കാരണം കൃത്യമായി എമൗണ്ട് കൃത്യസമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു കിട്ടുന്നു. അത് ബാങ്കുകളുടെ പെർഫോമിംഗ് അസറ്റാണ്. An asset is treated as performing assets if interest is serviced promptly and there is no overdue or irregularity in the account. An asset is treated as performing assets if interest is serviced promptly and there is no overdue or irregularity in the account. It is standard assets. Non-performing assetന്റെ മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് അസറ്റ്സിന് റിസ്ക് എലമെൻറ്റ് വളരെ കുറവാണ്. നോർമൽ റിസ്ക് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അടുത്തത് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. കൃത്യസമയത്തിനുള്ളിൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ തിരിച്ച് കിട്ടാത്ത ലോണുകളാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഒരു വ്യക്തിക്ക് ലോൺ കൊടുക്കുന്നു. 2024 ഓഗസ്റ്റ് 30 ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റോടു കൂടി തിരിച്ചടയ്ക്കേണ്ടത്. ആ വ്യക്തി ഓഗസ്റ്റ് 30 ലോൺ എമൗണ്ട് തിരിച്ചടച്ചിട്ടില്ല. സെപ്റ്റംബർ 30 വരെ ആകുമ്പോഴേക്ക് ആ ലോണിനെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തും. അതായത് ലോൺ എമൗണ്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് ഒരു മാസം ആയാൽ ആ ലോണിനെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന കാറ്റഗറിയിലേക്ക് പെടുത്തും. അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ, അതായത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് ആയി കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞാൽ അത് SMA 1 സ്പെഷ്യൽ മെൻഷൻ 1 അക്കൗണ്ടിലേക്ക് മാറും. അപ്പോൾ ലോൺ എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞ് 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 30 ദിവസം കൂടി കഴിഞ്ഞാൽ, വീണ്ടും ഒരു മാസം കൂടി കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 2 എന്ന കാറ്റഗറിയിലേക്ക് മാറും. സ്പെഷ്യൽ അക്കൗണ്ട് 2 എന്ന് പറയുന്നത് ലോൺ കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് 90 ദിവസം വരെയുള്ള ടൈമാണ്. 90 ദിവസം കഴിയുമ്പോഴാണത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറുന്നത്. അപ്പം ഒരു അസറ്റ്, ഒരു ലോൺ നോൺ പെർഫോമിംഗ് ആയിട്ട് മാറുന്നത് ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ട സമയം കഴിഞ്ഞ് 90 ദിവസം കഴിയുമ്പോഴാണ്. സാധാരണ ബാങ്ക് കൊടുക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് ടേം ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ഇതൊക്കെയാണ്. ഈ ലോണുകളെല്ലാം തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്നത് തിരിച്ചടവിൻ്റെ സമയം കഴിഞ്ഞ് 90 ദിവസം കഴിയുമ്പോഴാണ്. എന്നാൽ ക്രോപ്പ് ലോണിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ക്രോപ്പ് ലോണിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ്. ഈ ലോണിൻ്റെ കാര്യത്തിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന് വേണ്ടിയിട്ടാണ് ലോൺ കൊടുത്തതെങ്കിൽ 2 ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴാണ് ആ ലോൺ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറുന്നത്. എന്നാൽ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണ് എങ്കിൽ 1 ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴേക്കും ആ ലോൺ നോൺ പെർഫോമിംഗ് അസറ്റായി മാറും. In case of short duration crops, the advances become NPA if interest and installment of principal remain overdue for 2 harvest seasons. In case of long duration crops, the advances become non-performing assets if interest and or installment of principal remain overdue for 1 harvest season. ലോങ് ഡ്യൂറേഷനുള്ള ക്രോപ്സ് ആണ് എങ്കിൽ ലോൺ NPA ആവുന്നത് ഒരു ഹാർവസ്റ്റ് സീസൺ, ഒരു വിളവെടുപ്പ് കാലം കഴിയുമ്പോഴാണ്. എന്നാൽ ഷോർട്ട് ഡ്യൂറേഷനുള്ള ക്രോപ്പുകളാണ് എങ്കിൽ
ലോൺ NBA ആവുന്നത് 2 വിളവെടുപ്പ് കാലം കഴിയുമ്പോഴാണ്. ഇങ്ങനെയാണ് ക്രോപ്പ് ലോണിൻ്റെ കേസിൽ NBA വരുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്. അസറ്റിനെ മെയിനായിട്ടും പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. നോൺ പെർഫോമിംഗ് അസറ്റിനെ വീണ്ടും സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് അസറ്റിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 4ആയിട്ട് തരംതിരിക്കാം. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്സ്. എന്നാൽ NBA ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ് എന്നിങ്ങനെയാണ്. ഒരു ലോൺ NBA ആയിക്കഴിഞ്ഞ് 12 മാസം വരെ അതിനെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. 12 മാസം കഴിഞ്ഞാൽ ആ NBA എന്താവും? ഡൗട്ട്ഫുൾ അസറ്റായി മാറും. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് NBA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 മന്ത്സ്. 12 മാസത്തിൽ താഴെയോ 12 മാസം വരെയോ ആ NBA എന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റാണ്. 12 മാസത്തിന് ശേഷം ഡൗട്ട്ഫുൾ അസറ്റ് എന്ന കാറ്റഗറിയിലേക്ക് മാറും. ഡൗട്ട്ഫുൾ അസറ്റ്സ് ആർ ദോസ് വിച്ച് ഹാവ് റിമെയിൻഡ് NBA ഫോർ എ പീരീഡ് എക്സീഡിങ് 12 മന്ത്സ്. അതായത് ഒരു ലോണ് തിരിച്ചടയ്ക്കേണ്ട സമയം കഴിഞ്ഞ് 1 മാസം ആവുമ്പോഴേക്കും അത് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടായി, 2 മാസം ആവുമ്പോഴേക്ക് SMA 1 ആയി, 3 മാസം ആകുമ്പോഴേക്ക് SMA 2 ആയി, 3 മാസം കഴിയുമ്പോഴേക്ക് അതായത് 90 ദിവസം കഴിയുമ്പോഴേക്ക് അത് നോൺ പെർഫോമിംഗ് അസറ്റായി. നോൺ പെർഫോമിംഗ് അസറ്റ് ആയിക്കഴിഞ്ഞ് 12 മാസം വരെ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റാണ്. 12 മാസത്തിന് ശേഷം അത് ഡൗട്ട്ഫുൾ അസറ്റാണ്. അതായത് NBA ആയി 1 വർഷം ഇരുന്നാൽ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റാവും. സബ്സ്റ്റാൻഡേർഡ് അസറ്റായി 1 വർഷം കൂടി ഇരുന്നാൽ അത് ഡൗട്ട്ഫുൾ അസറ്റാവും. ഡൗട്ട്ഫുൾ അസറ്റിൽ വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഡൗട്ട്ഫുൾ അസറ്റായി 1 വർഷം ഇരുന്നാൽ അത് D1 അസറ്റാണ്. 1 മുതൽ 3 വർഷം വരെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇരുന്നാൽ അത് D2 അസറ്റാണ്. 3ൽ കൂടുതൽ വർഷങ്ങൾ ഇരുന്നാൽ അത് D3 അസറ്റാണ്. അതിനുശേഷമാണത് ലോസ് അസറ്റായി മാറുന്നത്. ഒരു അസറ്റിനെ ലോസ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞല്ല, ഇത്ര കാലം കഴിഞ്ഞല്ല ഒരു അസറ്റിനെ ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ആ ലോൺ തിരിച്ച് കിട്ടില്ല എന്ന് എപ്പോൾ ഉറപ്പാവുന്നോ അപ്പോഴാണ് ആ അസറ്റ് ലോസ് അസറ്റ് ആവുന്നത്. ലോസ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ഇൻ വിച്ച് ലോസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ ബാങ്ക് ഓർ ഓഡിറ്റേഴ്സ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, or the RBI, but the amount has not been written off wholly or partly. These assets are irrecoverable, hence these must be written off even though there may be a remote possibility of recovery of a portion of it. In short, these assets have lost value but not written off. ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലോൺ ഇറിക്കവറബിൾ ആണ് എന്ന് ബാങ്കോ ഓഡിറ്റേഴ്സോ RBIയോ ഐഡൻറ്റിഫൈ ചെയ്യുകയും റിട്ടേൺ ഓഫ് ചെയ്യാത്തതുമായ അസറ്റാണ് ലോസ് അസറ്റ്. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണെന്ന് പഠിച്ചു, ഡൗട്ട്ഫുൾ അസറ്റ് എന്താണെന്ന് പഠിച്ചു, സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണെന്ന് പഠിച്ചു, അവസാനം ലോസ് അസറ്റും പഠിച്ചു. ഇനി ഓരോ അസറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനിങ് ആണ്. ബാങ്കുകൾ റിസ്ക് ബിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ അസറ്റിനും ഇത്ര പ്രൊവിഷൻ നീക്കി വെക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രൊവിഷനിങ് ഓഫ് NBA. അഗ്രികൾച്ചർ ആൻഡ് SME 0.25% പ്രൊവിഷനാണ് നീക്കി വെക്കേണ്ടത്. അഗ്രികൾച്ചർ ആൻഡ് SME പ്രൊവിഷൻ എത്രയാണ്? 0.25%. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു നോർമൽ റിസ്ക് മാത്രമേ വരുന്നുള്ളൂ. മിനിമം 0.40% പ്രൊവിഷൻ നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. എ മിനിമം ഓഫ് 0.40%. സബ്സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ലോണിൻ്റെ സെക്യൂർഡ് പാർട്ടിന് 15% അൺസെക്യൂർഡ് പാർട്ടിന് 25% പ്രൊവിഷനും നീക്കി വെക്കണം. ഒരു സെക്യൂരിറ്റിയുടെ പുറത്താണ് ലോൺ കൊടുത്തിരിക്കുന്നത്. ആ സെക്യൂരിറ്റിയുടെ വാല്യൂ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് കവർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സെക്യൂർഡ് പോർഷൻ. അങ്ങനെ കഴിയാത്ത ലോൺ എമൗണ്ട് ആണ് അൺസെക്യൂർഡ് പോർഷനിൽ വരുന്നത്. അപ്പം അൺസെക്യൂർഡ് ലോണിന് 25%, സെക്യൂർഡ് പാർട്ടിന് 15% പ്രൊവിഷനും സബ്സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കേസിൽ നീക്കി വെക്കണം. ഇനി ഡൗട്ട്ഫുൾ അസറ്റ് ആണ് എങ്കിൽ അൺസെക്യൂർഡ് പോർഷന് 100% നീക്കി വെക്കണം. സെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ സെക്യൂർഡ് പോർഷനിൽ വീണ്ടും
ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ, 1 വർഷം വരെ ആണ് ഡൗട്ട്ഫുൾ ആയിട്ട് കണക്കാക്കുന്നതെങ്കിൽ 25% പ്രൊവിഷനും, 1 മുതൽ 3 വർഷം വരെയാണ് ഡൗട്ട്ഫുൾ ആകുന്നതെങ്കിൽ 40%, 3 വർഷത്തിൽ കൂടുതൽ ഡൗട്ട്ഫുൾ ആവുകയാണെങ്കിൽ 100% പ്രൊവിഷനും നീക്കിവെക്കണം. അടുത്തത് ലോസ് അസറ്റ്സ് ആണ്. ലോസ് അസറ്റ്സിനും 100% പ്രൊവിഷൻ നീക്കിവെക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ഓഫ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് പ്രൊവിഷനിങ് വരുന്നത്. NPAസിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ പ്രൊവിഷൻ വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത് സർഫസി ആക്ട്. സർഫസി ആക്ട് 2002, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002. സർഫസി ആക്ടിൻ്റെ പൂർണ്ണരൂപം സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. 2002 54ാമത്തെ ആക്ട് ആയിരുന്നു സർഫസി ആക്ട്. സർഫസി ആക്ട് എന്ന് പറയുന്നത് NPA റിക്കവറിക്കുള്ള ഒരു എഫക്റ്റീവ് ടൂളാണ്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. കസ്റ്റമേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ബാങ്കുകൾ ലോണ് കൊടുക്കുന്നത്. കൊടുത്ത ലോണുകൾ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ബാങ്കുകളുടെ കിട്ടാക്കടം വർദ്ധിക്കുകയും ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബാങ്കുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി 93-ൽ നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഒരു നിയമം വന്നു. ആ നിയമമാണ് റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RDDBFI ആക്ട്. റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1993. ഇത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വന്നതാണ്. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലും ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലും നിലവിൽ വന്നത് 1993 ഈ ആക്ട് പ്രകാരമാണ്. DRT ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ, DRAT ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1993 ഈ ആക്ട് പ്രകാരമാണ്. എന്നാൽ ഈ നിയമത്തിനും ബാങ്കുകളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യ ഗവൺമെൻറ് ബാങ്കിങ് സെക്ടർ റിഫോംസ് എക്സാമിൻ ചെയ്യുന്നതിനും ലീഗൽ സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് അന്ത്യാർജുന കമ്മിറ്റി. അന്ത്യാർജുന കമ്മിറ്റി റെക്കമെൻഡഡ് ടു ഇനാക്ട് എ ന്യൂ ലെജിസ്ലേഷൻ ടു എസ്റ്റാബ്ലിഷ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ആൻഡ് ടു എംപവർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ടേക്ക് പൊസഷൻ ഓഫ് NPA. അങ്ങനെ അന്ത്യാർജുന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് സർഫസി ആക്ട് വരുന്നത്. 1993 റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് വന്നത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. സർഫസി ആക്ടിനെ റെക്കമെൻഡ് ചെയ്തത് നരസിംഹം കമ്മിറ്റിയും അന്ത്യാർജുന കമ്മിറ്റിയുമാണ്. The act was recommended by Narasimham Committee and Antyarjuna Committee. The act is applicable to whole of India. ഇന്ത്യ മുഴുവനും സർഫസി ആക്ട് ആപ്ലിക്കബിൾ ആണ്. സർഫസി ആക്ട് came into force on 21st June 2002. ഈ ആക്ട് വന്നത് 2002 ജൂൺ 21-നാണ്. എന്നാൽ ഇനാക്ട് ചെയ്തത് അല്ലെങ്കിൽ പാസ്സായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 17th December 2002 ആണ്. The act enacted or passed on 17th December 2002. ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോടതി നടപടി ഇല്ലാതെ ബാങ്കുകൾക്ക് നോൺ പെർഫോമിംഗ് അസറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള നിയമം. അതായത് ലോണിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ച പ്രോപ്പർട്ടി വിറ്റ് ലോൺ എമൗണ്ട് ബാങ്കുകൾക്ക് ഈടാക്കാം. അതിന് കോടതി ഇടപെടൽ ആവശ്യമില്ല. Surface Act essentially empowers banks and other financial institutions to directly auction residential or commercial properties that have been pledged with them to recover loans from borrowers without the intervention of court. Without the intervention of court എന്ന ഭാഗമാണ് ഇമ്പോർട്ടൻ്റ്. കോടതി ഇടപെടലില്ലാതെ തന്നെ ലോൺ റിക്കവർ ചെയ്ത് ഈ സെക്യൂരിറ്റീസ് പബ്ലിക് ഓപ്ഷനിലൂടെ സെയിൽ ചെയ്ത് ലോൺ എമൗണ്ട് ഈടാക്കാൻ ബാങ്കുകൾക്ക് കഴിയും. ദ ആക്ട് ഗീവ്സ് ദ പവർ ഓഫ് സീസ് ആൻഡ് ഡെസിസ്റ്റ് ടു ബാങ്ക്സ്. ബാങ്കുകൾക്ക് എന്ത് പവറാണ് ഈ ഒരു നിയമം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ദ പവർ ഓഫ് സീസ് ആൻഡ് ഡെസിസ്റ്റ്. ദ ബോറോവർ മസ്റ്റ് ഡിസ്ചാർജ് ഹിസ് ലയബിലിറ്റീസ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days ഫ്രം ദ ഇഷ്യൂ ഓഫ് നോട്ടീസ്. സർഫസി ആക്ട് പ്രകാരം 60 ദിവസത്തെ നോട്ടീസ് ബോറോവേഴ്സിന് കൊടുക്കണം ആ ഒരു ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്.
ബോറോവേഴ്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ലോൺ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ബാങ്കുകൾക്ക് സെക്യൂരിറ്റി ആയിട്ട് വെച്ച പ്രോപ്പർട്ടി പബ്ലിക് ഓപ്ഷനിലൂടെ സെയിൽ ചെയ്ത് ലോൺ എമൗണ്ട് ഈടാക്കാം, കോടതി ഇടപെടൽ ഇല്ലാതെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർഫസി ആക്ട് 2002 ആപ്ലിക്കബിൾ ഓൺലി ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എബവ് ₹1 lakh. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്, ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ സർഫസി ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ ആക്ട് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതായത് ബോറോവർ തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള ലോൺ എമൗണ്ട് എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി കൂട്ടിയതാണ്. ബോറോവർ അടയ്ക്കാൻ ബാക്കിയുള്ള ലോൺ എമൗണ്ട് 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ സർഫസി ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. സർഫസി ആക്ട് ആപ്ലിക്കബിൾ ആവുന്ന രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലോൺ സെക്യൂർഡ് ലോൺ ആയിരിക്കണം. സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കണം ലോൺ കൊടുത്തിട്ടുണ്ടാവുക. അത്തരം ലോണുകൾക്ക് മാത്രമേ ഈ ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഈസ് ദ ഡിഫോൾട്ട് എമൗണ്ട് ഓഫ് ടോട്ടൽ ലോൺ ഈസ് ബിലോ 20%. ടോട്ടൽ ലോണിൻ്റെ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ടിൻ്റെ 20% താഴെയാണെങ്കിൽ ഈ ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഡിഫോൾട്ട് എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ബോറോവർ തിരിച്ചടയ്ക്കാത്ത എമൗണ്ട് ടോട്ടൽ ലോണിൻ്റെ 20% താഴെയാവാൻ പാടില്ല, 20%-ന് മുകളിൽ ഉണ്ടായിരിക്കണം. നോട്ട് ആപ്ലിക്കബിൾ ഇഫ് ദ ലോൺ ഈസ് സെക്യൂർഡ് വിത്ത് അഗ്രികൾച്ചറൽ ലാൻഡ്. സെക്യൂരിറ്റി ആയിട്ട് വെച്ച പ്രോപ്പർട്ടി അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിലും ഈ ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. കൃഷി ചെയ്യുന്ന ഭൂമി ആയിരിക്കരുത് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അടുത്തത് നോട്ട് എലിജിബിൾ വെയർ ചാർജ് ഓൺ സെക്യൂരിറ്റി ഈസ് നോട്ട് ക്രിയേറ്റഡ് ഓർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് സെർസായി. ബാങ്കുകൾ സെർസായി എന്ന ഓർഗനൈസേഷനിൽ ഈ ബോറോവേഴ്സ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സർഫസി ആക്ട് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. നോട്ട് എലിജിബിൾ വെയർ ചാർജ് ഓൺ സെക്യൂരിറ്റി ഈസ് നോട്ട് ക്രിയേറ്റഡ് ഓർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് സെർസായി. സെർസായി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ബാങ്കുകൾ ഈ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സർഫസി ആക്ട് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. സെർസായി എന്ന് പറയുന്നത് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. സെർസായിയുടെ പൂർണ്ണരൂപമാണ് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. 2011 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതെന്താണ്? സെൻട്രൽ ഓൺലൈൻ രജിസ്ട്രി ക്രിയേറ്റഡ് ടു പ്രിവെൻറ്റ് ദ ഫ്രോഡ്സ് ഇൻ ടേക്കിംഗ് മൾട്ടിപ്പിൾ ലോൺസ് ഓൺ ദ സെയിം അസറ്റ് ഫ്രം ഡിഫറെൻറ്റ് ബാങ്ക്സ്. പല ബാങ്കുകളിൽ നിന്ന് ഒരേ സെക്യൂരിറ്റി വെച്ചിട്ട് പല ലോണുകൾ എടുക്കുന്നത് തടയുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രിയാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ രജിസ്ട്രിയാണ് സെർസായി എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പ്രോപ്പർട്ടി വെച്ചിട്ട് പല ബാങ്കുകളിൽ നിന്നും പല ലോണുകൾ എടുക്കുന്നത് തടയുന്നതിനാണ് ഈ സെർസായി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ബാങ്കുകൾ ഈ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. സെർസായിയുടെ ഫുൾ ഫോം സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. നിലവിൽ വന്നത് 2011 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ബാങ്കിങ്ങിലെ